Good morning. All of you warm welcome to our second semester classes. ഇന്ന് മുതൽ നമ്മൾ സെക്കൻഡ് സെമസ്റ്റർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഓൾ ഓഫ് യു സ്ട്രിക്ട്ലി ഫോളോഡ് ബൈ മൈ ക്ലാസ്സസ്. ഫസ്റ്റ് അപ്പോൺ ഇൻട്രൊഡ്യൂസ്ഡ് മൈസെൽഫ്. മൈ നെയിം ഈസ് അരുൺ കെ വി, ലെക്ചറർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, മജ്ലിസ് പോളിടെക്നിക് കോളേജ്, വളാഞ്ചേരി. ഇന്ന് ഞാനിവിടെ തുടങ്ങാൻ പോകുന്ന സബ്ജക്റ്റ് സെക്കൻഡ് സെമസ്റ്ററിലെ സർവേയിങ് 1 എന്ന പേപ്പറാണ്. സർവേയിങ് 1ലെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. എല്ലാ സ്റ്റുഡൻസും ഈ ക്ലാസ്സസ് ഫോളോ ചെയ്യുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സിവിൽ എഞ്ചിനീയറിംഗിലെ ഒരു പുതിയ സബ്ജക്റ്റാണ് സർവേ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യണമെന്നില്ല. സോ വീഡിയോ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ഏതൊരു സിവിൽ എഞ്ചിനീയറിംഗ് പ്രോജക്ട്സും ആരംഭിക്കുന്നതിന് മുൻപ് പ്രാഥമികമായി വേണ്ട ഒരു വർക്കാണ് സർവേ. കെട്ടിടങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, റെയിൽവേസ്, കനാൽസ്, ഡാംസ് പോലുള്ള ഇറിഗേഷൻ സ്ട്രക്ചറുകൾ, വാട്ടർ സപ്ലൈ, സാനിറ്ററി പ്രൊജക്റ്റുകൾ എന്നിവ രൂപകൽപ്പന ചെയ്യുന്നതിനും നിശ്ചയിക്കുന്നതിനുമാണ് സർവേ നമ്മൾ യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് സർവേയിങ്? എന്താണ് സർവേ? ഒബ്ജക്റ്റീവ്സ് ഓഫ് സർവേ. സർവേയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ. ഏതൊക്കെയാണ് സർവേയിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്സ്, മീൻസ് സർവേയുടെ തരംതിരിവുകൾ ഏതൊക്കെയാണ്? ഇതൊക്കെയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, എന്താണ് സർവേ? സർവേ നമുക്ക് സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യാം. സർവേയിങ് ഈസ് ദ ആർട്ട് ഓഫ് ആൻഡ് സയൻസ് ഓഫ് ഡിറ്റർമൈനിങ് ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് വേരിയസ് പോയിൻറ്റ്സ് ഓർ സ്റ്റേഷൻസ് on the surface of the earth by measuring the horizontal and vertical distances, angles, and taking the details of these points and by preparing a map or plan to any suitable scale. ഈ സർവേയുടെ ഡെഫിനിഷൻ എന്താ പറയുന്നത്? ഭൂമിയുടെ ഉപരിതലത്തിലെ വസ്തുക്കളെ ശരിയായ സ്ഥാനനിർണയം നടത്തുന്നതിന് ആവശ്യമായ ഡാറ്റകൾ അല്ലെങ്കിൽ വിവരം ശേഖരിക്കുന്ന ഒരു പ്രോസസ്സാണ് സർവേ. സർവേ എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്, അതുപോലെ തന്നെ ഒരു സയൻസ് കൂടിയാണ്. ഈ ഒരു ഡെഫിനിഷനിൽ റിലേറ്റീവ് പൊസിഷൻ എന്നൊരു ടേം യൂസ് ചെയ്തിട്ടുണ്ടല്ലേ? എന്താണ് റിലേറ്റീവ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ? എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബിൽഡിംഗ് ഇരിക്കുന്ന പൊസിഷൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഒന്നെങ്കിൽ അതിൻ്റെ നിയറസ്റ്റായി വരുന്ന മേജർ ടൗൺ ഏതാണെന്ന് നോക്കൂ അല്ലേ? അല്ലെങ്കിൽ നിയറസ്റ്റ് വരുന്ന ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, അത് സ്കൂളായിക്കോട്ടെ, ഹോസ്പിറ്റലായിക്കോട്ടെ, ഇനി ഏതെങ്കിലും അസംബ്ലി ബിൽഡിംഗ് ആയിക്കോട്ടെ, ഇവ റിലേറ്റ് ചെയ്തായിരിക്കും നമ്മുടെ ബിൽഡിങ്ങിനെ പൊസിഷൻ ചെയ്യുന്നത് അഥവാ റെപ്രസെൻ്റ് ചെയ്യുക. അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റിനെയാണ് റിലേറ്റീവ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റിലേറ്റീവ് പോയിൻ്റ് എന്ന് മനസ്സിലായോ? ഇനി വേറൊരു എക്സാമ്പിളിലൂടെ ഇത് സിമ്പിളാക്കി തരാം. ഇപ്പോൾ നമ്മുടെ കോളേജ് ഇരിക്കുന്ന പൊസിഷൻ നമ്മൾ പറയാറുണ്ട് വെങ്ങാട് ടൗണിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ട്രാവൽ ചെയ്യണമെന്ന്. അതുപോലെ തന്നെ വളാഞ്ചേരി ടൗണിൽ നിന്ന് ആണെങ്കിൽ ഇത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യണമെന്ന് പറയാറില്ലേ? അപ്പോൾ 2 മെയിൻ ടൗണിൻ്റെ പൊസിഷൻ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മുടെ കോളേജിൻ്റെ പൊസിഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ 2 മെയിൻ ടൗൺസിനെയാണ് റിലേറ്റീവ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ കോളേജിനെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് സർവേയിങ്. സർവേയിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. സർവേയുടെ ഒരു പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് പ്രിപ്പയർ എ പ്ലാൻ ഓർ മാപ്പ്. ഇവിടെ നമുക്ക് ആവശ്യമായ പ്ലാൻസ്, മാപ്സ് ഇവയെല്ലാം പ്രിപ്പയർ ചെയ്യലാണ്. ചെറിയൊരു പ്ലോട്ടിൻ്റെ ബൗണ്ടറി മാർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്കെയിൽ ഓഫ് റെപ്രസെൻറ്റേഷൻ വളരെ ചെറുതാണ്. ഇതിനെയാണ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാൻ എന്താണെന്ന് മനസ്സിലായോ? ഒരു പ്ലോട്ടിൻ്റെ ബൗണ്ടറി മാർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്കെയിൽ ഓഫ് റെപ്രസെൻറ്റേഷൻ, അവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന സ്കെയില് വളരെ ചെറുതായിരിക്കും. ഇതിനെയാണ് പ്ലാൻ. ഇനി ഒരു രാജ്യത്തിൻ്റെയോ ഒരു സംസ്ഥാനത്തിൻ്റെയോ ഒരു ജില്ലയുടെയോ ഒക്കെ സ്കെയിൽ ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അതിനെയാണ് മാപ്സ് എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെയോ ജില്ലയുടെയോ ഒക്കെ സ്കെയിൽ ഓഫ് റെപ്രസെൻറ്റേഷൻ നമ്മളൊരു മാപ്പൊക്കെ വരച്ചത് കണ്ടിട്ടില്ലേ?
അതിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു ഏരിയനെയാണ് ആ മാപ്പിലേക്ക് വരയ്ക്കുന്നത്. അതിൻ്റെ സ്കെയിൽ ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് അത്രയും വലുതാണ്. അതുകൊണ്ടാണ് അതിനെ മാപ്സ് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ഒരു ചെറിയ ബൗണ്ടറിയെ പ്ലോട്ട് ചെയ്യാൻ പ്ലാനും വലിയ ബൗണ്ടറിയെ പ്ലോട്ട് ചെയ്യാൻ മാപ്പുമാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സർവേയുടെ ഒരു ഒബ്ജക്റ്റീവാണ് ടു ഡിറ്റർമിൻ ദ ഡിസ്റ്റൻസ് ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ്. ഇവിടെ രണ്ട് ഒബ്ജക്ട്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും അവ തമ്മിലുള്ള ആംഗിൾസും കണ്ടുപിടിക്കുന്നത് സർവേയിങ്ങിലൂടെയാണ്. നെക്സ്റ്റ്, ടു പ്രിപ്പയർ എ ജിയോളജിക്കൽ മാപ്പ് ടു ഷോ അണ്ടർലൈയിങ് വാട്ടർ റിസോഴ്സസ്. ഇവിടെ വാട്ടർ റിസോഴ്സസിനെ അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സർവേയിങ് യൂസ് ചെയ്യുന്നുണ്ട്. അണ്ടർലൈൻ മീൻസ് ഇറിഗേഷൻ സ്ട്രക്ചേഴ്സിൻ്റെയൊക്കെ ഒരു പ്ലേസിംഗ് ആണ് അണ്ടർലൈൻ മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ടു പ്രിപ്പയർ ടോപ്പോഗ്രഫിക്കൽ മാപ്പ് ടു ഷോ ഹിൽസ്, വാലീസ്, റിവേഴ്സ് എക്സെട്ര. ടോപ്പോഗ്രഫിക്കൽ മാപ്സ് പ്രിപ്പയർ ചെയ്യുന്നതിൽ സർവേ നമ്മളെ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ടു പ്രിപ്പയർ ആൻ എഞ്ചിനീയറിംഗ് മാപ്പ് ടു ഷോ ഡീറ്റെയിൽസ് ഓഫ് റോഡ്സ്, റെയിൽവേസ്, കനാൽസ് എക്സെട്ര. ഇവിടെ എഞ്ചിനീയറിംഗ് മാപ്പ് പ്രിപ്പയർ ചെയ്യുന്നതിലും സർവേ യൂസ് ചെയ്തിട്ടാണ്. എഞ്ചിനീയറിംഗ് മാപ്സിൽ വരുന്ന ഡീറ്റെയിൽസ് ആണ് റോഡ്സ്, റെയിൽവേസ്, കനാൽസ്, ഡാംസ് എക്സെട്ര. നെക്സ്റ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് സർവേ. സർവേ ചെയ്യുമ്പോൾ ബേസിക് പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനമാക്കിയാണ് ഏതൊരു സർവേയും സ്റ്റാർട്ട് ചെയ്യുന്നത്. സർവേ പ്രൊഫഷണൽസ് അറിഞ്ഞിരിക്കേണ്ട രണ്ട് മെയിൻ പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. Two basic principles of surveying are always work from whole to the part and to locate a new station by at least two measurements, linear or angular, from fixed reference points. Two main fundamental principles ആണ് വരുന്നത് എന്ന് പറഞ്ഞു സർവേയിൽ. അതിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ഓൾവേസ് വർക്ക് ഫ്രം whole to the part. According to the first principle, the whole survey area is first enclosed by main stations, that is controlled stations, and main survey lines. The area is then divided into number of divisions by forming well conditioned triangles. ഈ ഒരു ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ സർവേ ചെയ്യാനുള്ള വോൾ ഏരിയനെ കവർ ചെയ്യുന്ന രീതിയിൽ മെയിൻ സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അത് ഈ വോൾ ഏരിയയിൽ എൻക്ലോസ് ചെയ്യുന്ന ഈ വോൾ ഏരിയയിൽ നമ്മൾ സർവേ മെയിൻ സ്റ്റേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്യും. ട്രയാങ്കിൾസ് ആയിട്ട് വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഏരിയ ഈസി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അക്യുമുലേഷൻ ഓഫ് ഇറേഴ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇറേഴ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് കറക്റ്റായിട്ട് അക്യുറേറ്റ് ആയിട്ട് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നത്. നമുക്കിതൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ കാണുന്ന ഒരു സർക്കിളാണ്. ഇതാണ് നമ്മുടെ മെയിൻ സർവേ ചെയ്യാനുള്ള ഏരിയ. ഈ സർക്കിളാണ് നമുക്ക് മെയിൻ സർവേ ചെയ്യാനുള്ള ഏരിയ. ഇതിനെ കവർ ചെയ്യുന്ന രീതിയിൽ എ, ബി, സി, ഡി ആൻഡ് ഇ 5 സ്റ്റേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എ, ബി, സി, ഡി ആൻഡ് ഇ ഇങ്ങനെ സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കും. 5 സ്റ്റേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം വോൾ ഏരിയനെ ട്രയാങ്കിൾസ് ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. ഈ വോൾ ഏരിയനെ വീണ്ടും വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. മെയിൻ സർവേ ലൈൻ നമ്മൾ ടാപ്പ് വെച്ചോ ചെയിൻ യൂസ് ചെയ്തോ മെഷർമെൻ്റ് എടുക്കും. എന്നിട്ട് ആ ട്രയാങ്കിൾസിൻ്റെ സൈഡും മെഷർമെൻ്റ് എടുത്തതിന് ശേഷം ഓരോ ട്രയാങ്കിൾസിൻ്റെയും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ വോൾ ഏരിയനെ സ്മോൾ ട്രയാങ്കിൾസ് ആക്കുന്നതെന്ന് വെച്ചാൽ അക്യുമുലേഷൻ ഓഫ് എറേഴ്സ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എറേഴ്സിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലൊരു ട്രയാങ്കിളിലെങ്കിലും എറർ ഉണ്ടാവുകയാണെങ്കിൽ ബാക്കിയുള്ള ട്രയാങ്കിൾസിനെയും കൂടി അത് എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാർട്ടായിട്ട് ചെയ്യുന്നത്.
The main survey lines are measured very accurately with precise survey instruments. The remaining sides of the triangles are measured. The purpose of this method of working is to control accumulation of errors. During measurement, if there is any error, then it will not affect the whole work. But if the reverse process is followed, then the minor errors in measurement will be magnified. ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളിലെ നെക്സ്റ്റ് പ്രിൻസിപ്പിളാണ് ടു ലൊക്കേറ്റ് എ ന്യൂ സ്റ്റേഷൻ ബൈ അറ്റ്ലീസ്റ്റ് 2 മെഷർമെൻറ്റ്സ് ലീനിയർ ഓർ ആംഗുലാർ ഫ്രം ഫിക്സഡ് റെഫറൻസ് പോയിന്റ്. According to the second principle, the points are located by linear or angular measurements or by both in surveying. If 2 control points are established first, then a new station can be located by linear measurements. Let A and B are control points. A new point C can be established. അതായത് ഒരു പോയിന്റിൻ്റെ പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ 2 പോയിന്റ്സ് എങ്കിലും ബേസ് ചെയ്തിരിക്കണം. അപ്പോൾ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ലീനിയർ ആവാം, അതുപോലെ തന്നെ ആംഗുലാർ ആവാം. ലീനിയർ മെഷർമെൻറ്റ്സ് നമ്മൾ സാധാരണ എടുക്കാറ് ടാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ചെയിൻ യൂസ് ചെയ്തിട്ടോ ഒക്കെ ആയിരിക്കും. ആംഗുലാർ മെഷർമെൻറ്റ്സ് എടുക്കുന്നത് കോമ്പസ് വെച്ചിട്ടോ അതുപോലെ തിയോഡലൈറ്റ് യൂസ് ചെയ്തിട്ടോ ഒക്കെയാണ് ആംഗുലാർ മെഷർമെൻറ്റ്സും എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ബേസ് ചെയ്തിരിക്കുന്ന 2 പോയിൻറ്റ്സ് ആണ് എയും ബിയും. അതിനെ ബേസ് ചെയ്തിട്ടാണ് സി എന്നുള്ള പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ എ ബി എന്നുള്ള 2 പോയിൻറ്റ്സ് റെഫറൻസ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സി എന്നുള്ള പോയിൻറ്റിനെ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാം, അതാണ് ഇവിടെ മെത്തേഡ്സ് ആയിട്ട് പറയുന്നത്. ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ എ ബി ആണ് നമ്മുടെ ബേസ് ലൈന്. എ ബി എന്ന ലൈനിൻ്റെ മെഷർമെൻറ്റ് നമുക്കറിയാം. സി ആണ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട പോയിൻ്റ്. എ സി മെഷർമെൻറ്റും ബി സി എന്ന മെഷർമെൻറ്റും നമ്മുടെ കയ്യിലുണ്ടാവും. അത് നമ്മൾ പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഒരു കോമ്പസ് വെച്ചിട്ട് എ സി എന്ന ലെങ്ത്തും ബി സി എന്ന ലെങ്ത്തും ആർക്ക് കട്ട് ചെയ്ത് വരയ്ക്കുക. എയും ബിയും സെൻറ്റർ ആവുന്ന തരത്തിൽ വേണം ആർക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സി എന്ന പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ലീനിയർ മെഷർമെൻറ്റ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ലീനിയർ മെഷർമെൻറ്റ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എ ബി എന്ന റെഫറൻസ് പോയിൻറ്റ്സ് വെച്ചിട്ട് സീനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന നെക്സ്റ്റ് മെത്തേഡാണ് ടേക്കിംഗ് ലീനിയർ മെഷർമെൻറ്റ് ഫ്രം എ ആൻഡ് ബി ഫ്രം സി. അപ്പോൾ നെക്സ്റ്റ് ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. എ ബി ആണ് ബേസ് ലൈന്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എ ബി ആണ് ഇവിടെയും ബേസ് ലൈനായിട്ട് വരുന്നത്. ദെൻ ഡി എന്ന പോയിൻ്റ് എ ബിൻ്റെ മിഡ് പോയിൻ്റ് ആണ്. അത് ഓഫ്സെറ്റ് ചെയ്ത് നമുക്ക് ഡി മാർക്ക് ചെയ്യാം. ആ മിഡ് പോയിന്റിൽ നമ്മൾ ഓഫ്സെറ്റ് ചെയ്തിട്ട് ഡി എന്ന പോയിന്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഡി സി എന്നുള്ള ഡിസ്റ്റൻസ് മെഷറബിൾ ആണ്. സോ പെർപെൻഡിക്കുലർ 90 ഡിഗ്രി എടുത്ത് നമുക്ക് സീനെ മാർക്ക് ചെയ്യാം. സീനെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഒരു പ്രിൻസിപ്പിളിന് വരുന്ന നെക്സ്റ്റ് മെത്തേഡാണ് ടേക്കിംഗ് 1 ലീനിയർ മെഷർമെൻറ്റ് ഫ്രം ബി ആൻഡ് 1 ആംഗുലാർ മെഷർമെൻറ്റ് ആസ് എ ബി സി. നമുക്ക് ഫിഗർ സി ഒന്ന് നോക്കാം. ഇവിടെ സി എന്ന പോയിൻ്റാണ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ എ ബി എന്ന ഡിസ്റ്റൻസ് നോൺ വാല്യൂ ആണ്. അതുപോലെ തന്നെ ആംഗിൾ എ ബി സി എന്ന ആംഗിളും നമുക്കറിയാം. ഇത് വെച്ച് സീനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് മെത്തേഡാണ് ടേക്കിംഗ് 2 ആംഗുലാർ മെഷർമെൻറ്റ്സ് അറ്റ് എ ആൻഡ് ബി ആസ് ആംഗിൾസ് സി എ ബി ആൻഡ് എ ബി സി. ഫിഗർ ഡി നോക്കുകയാണെങ്കിൽ ഇവിടെ 2 ആംഗിൾസ് ഉണ്ടെങ്കിൽ 2 ആംഗിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. ഒന്ന് ആംഗിൾ എ ബി സി, രണ്ടാമത്തത് ആംഗിൾ ബി എ സി. ഈ രണ്ടും നമുക്ക് അവൈലബിൾ ആണെങ്കിൽ സി എന്ന പോയിന്റിനെ നമുക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൽ പറയുന്ന ലാസ്റ്റ് മെത്തേഡാണ് ടേക്കിംഗ് 1 ആംഗിൾസ് അറ്റ് ബി ആസ് എ ബി സി ആൻഡ് 1 ലീനിയർ മെഷർമെൻറ്റ് ഫ്രം എ ആസ് എ സി. ഫിഗർ ഇ നോക്കുകയാണെങ്കിൽ എ ബി എന്ന ഡിസ്റ്റൻസും എ ബി സി എന്ന ആംഗിളും ഉണ്ടെങ്കിൽ നമുക്ക്
സി എന്ന പോയിന്റ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത്രയുമാണ് സർവേയിൽ യൂസ് ചെയ്യുന്ന രണ്ട് പ്രിൻസിപ്പിൾസ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു.